Hi all, welcome to MC. So, we will discuss the topic trading psychology. Okay, trading psychology traders എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും ട്രേഡിംഗ് സൈക്കോളജി. ബട്ട് ആർക്കും അത് ഇതുവരെ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടോ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, സോ വർഷങ്ങളായിട്ട് നിങ്ങൾ 3 to 4 years ആയിട്ട് നിങ്ങൾ ട്രേഡിംഗിൽ നിന്നിട്ട് നിങ്ങൾ പലതരത്തിലുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി, നിങ്ങൾ പല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്തത്? അതിന്റെ മെയിൻ റീസൺ എന്താണ്? ഈ ട്രേഡിംഗിൽ ഈ പറയുന്ന 4 to 5% മാത്രം വിൻ റേഷ്യോ വരുന്നത് ട്രേഡിംഗ് സൈക്കോളജി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. ട്രേഡിംഗ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ട്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പാടല്ല. ബട്ട് ട്രേഡിംഗ് സൈക്കോളജി, അതായത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എത്താൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ നോക്കേണ്ട എന്താണ്, നമുക്കൊരു ഇമോഷണൽ സിറ്റുവേഷൻസ് വന്നാൽ, നമ്മളൊരു ഇമോഷണൽ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ അവിടെ നിന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഏതൊരു ട്രേഡർ ആണെങ്കിലും, എത്ര വലിയൊരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പാട് തന്നെയാണ്. സോ എന്താ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഈ ഇമോഷണൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണോ കൊണ്ടെത്തുന്നത്, അത് എന്തുകൊണ്ട് എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് ഒരു വേഴ്സ് കണ്ടീഷൻ വന്നു, നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് റിക്കവർ ചെയ്യാൻ നോക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ റിക്കവർ ചെയ്യാൻ നോക്കുന്നത്? ആ റീസൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അത് ബിഗിനർ ട്രേഡറിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇനിഷ്യലി ഒരു ബിഗിനർ ട്രേഡറിന് ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസ് മാർക്കറ്റിൽ കാണത്തില്ല. അവർ ഫ്രഷ് ആയിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്. സോ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഓരോരോ ആക്ടിവിറ്റി ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു ബാലൻസ്ഡ് സൈക്കോളജിയെ നിങ്ങൾ ഇംബാലൻസ്ഡ് സൈക്കോളജി ആയിട്ട് മാറ്റും. അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ഒരു കൺട്രോൾ നിങ്ങളുടെ കൺട്രോൾ പോകുന്ന രീതിയിലോട്ടാക്കും. അത് ഈ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ മിസ്റ്റേക്സ് കൊണ്ട് പെട്ടെന്ന് വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവണം, അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആണ്. പിന്നെ ഗ്രീഡ്. സോ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം പ്രോപ്പർ ആയിട്ട്, അത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുന്നതെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന സിസ്റ്റം നമുക്കൊരു 60 to 70% സൈക്കോളജി കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസ് കറക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന രീതികൾ കറക്റ്റ് ആണെങ്കിൽ ഒരു 70% നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സൈക്കോളജി കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കി 30% ലൈഫ് ലോങ് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ബട്ട് അത് മാനേജബിൾ ആയിരിക്കും. ബാക്കി 30% നിങ്ങൾക്ക് വരുന്ന ഈ സൈക്കോളജിക്കൽ ഇമോഷണൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബട്ട് ബാക്കി 70% എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങളെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ഒരു ബിഗിനർ ട്രേഡർ ആണ്, നിങ്ങൾക്ക് ഗ്രീഡ് ഇല്ല, ഇതൊരു പ്രോപ്പർ സ്കില്ലായിട്ടാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതെങ്കിൽ സൈക്കോളജിക്കൽ ഇംബാലൻസ് ഒരുപാട് വർഷമായി ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ അത്രയും നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കാണത്തില്ല. ഇത്രയും സൈക്കോളജിക്കൽ ഇംബാലൻസ് വരുന്നത് എങ്ങനെ? ആദ്യം പൈസ ഇട്ടു, ആ പൈസ പോയി, റിക്കവർ ചെയ്യാൻ നോക്കി, അത് വർക്ക്ഔട്ട് ആവുന്നില്ല. ഒരുപാട് സ്ട്രാറ്റജീസ് പോയി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കി, അതൊന്നും നടക്കുന്നില്ല. കാരണം എന്താ? നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ടാർഗറ്റ് മാത്രം, നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം മതി. നിങ്ങൾക്ക് 99% വിൻ റേറ്റാണ് വേണ്ടത്. അതല്ലാതെ ഒരു ലോസ് വന്നാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇതാണ് മെയിൻ റീസൺ. സൈക്കോളജി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു മെയിൻ റീസൺ ഇതാണ്. സോ ആൾക്കാർ ശ്രദ്ധിക്കുക, ബിഗിനർ ട്രേഡേഴ്സിന് പ്രോപ്പർ ആയിട്ടാണ് സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. താങ്ക് യു ഗൈസ്, ബൈ.